ആകാശവാണി നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് സീന ആന്റണി. തിരുവനന്തപുരത്ത് ആമയിഴഞ്ചാൻ തോടിന്റെ റെയിൽവേ സ്റ്റേഷൻ അടിയിൽ കൂടി കടന്നുപോകുന്ന ഭാഗത്തെ മാലിന്യം സംബന്ധിച്ച് ചർച്ച ചെയ്യാൻ നാളെ അടിയന്തര യോഗം ചേരും. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ അധ്യക്ഷതയിൽ ഓൺലൈനായാണ് യോഗം ചേരുന്നത്. വകുപ്പ് മന്ത്രിമാരും ബന്ധപ്പെട്ട എംഎൽഎമാരും തിരുവനന്തപുരം മേയറും യോഗത്തിൽ പങ്കെടുക്കും. തിരുവനന്തപുരം ആമയിഴഞ്ചാൻ തോട് വൃത്തിയാക്കുന്നതിനിടയിൽ മരണമടഞ്ഞ ക്രിസ്റ്റഫർ ജോയിയുടെ മാതാവിന് 10 ലക്ഷം രൂപ ധനസഹായം അനുവദിക്കാൻ സംസ്ഥാന മന്ത്രിസഭാ യോഗം തീരുമാനിച്ചു. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്നാണ് തുക അനുവദിക്കുന്നത്. തിരുവനന്തപുരം ആമയിഴഞ്ചാൻ തോട് വൃത്തിയാക്കുന്നതിനിടയിൽ തൊഴിലാളി മരിച്ച സംഭവത്തിൽ മനുഷ്യാവകാശ കമ്മീഷൻ റെയിൽവേക്ക് നോട്ടീസ് അയച്ചു. കേസിൽ അന്തിമ തീരുമാനമെടുക്കുന്നതിന് മുൻപ് റെയിൽവേയുടെ വിശദീകരണം കേൾക്കേണ്ടത് അനിവാര്യമാണെന്ന് കമ്മീഷൻ പറഞ്ഞു. സമാനതകൾ ഇല്ലാത്ത രക്ഷാപ്രവർത്തനമാണ് തിരുവനന്തപുരം ആമയിഴഞ്ചാൻ തോട്ടിൽ ഫയർഫോഴ്സ് നടത്തിയതെന്ന് മന്ത്രി എം ബി രാജേഷ്. രക്ഷാപ്രവർത്തനത്തിനിറങ്ങിയ സ്കൂബ ഡൈവിംഗുകാരെയും ജീവനക്കാരെയും തിരുവനന്തപുരം ഫയർഫോഴ്സ് സ്റ്റേഷനിലെത്തി അനുമോദിക്കുകയായിരുന്നു അദ്ദേഹം. തിരുവനന്തപുരം മേയർ ആര്യ രാജേന്ദ്രനും ജീവനക്കാരെ അനുമോദിച്ചു. കേരളത്തിൽ അടുത്ത 5 ദിവസം കൂടി വ്യാപക മഴ തുടരും. വയനാട് ജില്ലയിൽ ഇന്ന് ചുവപ്പ് ജാഗ്രതയാണ്. 8 ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രതയും. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്കുണ്ട്. വയനാട് ജില്ലയിലെ പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും നാളെ അവധി നൽകി. മുൻ നിശ്ചയിച്ച പരീക്ഷകൾക്ക് അവധി ബാധകമല്ല. പത്തനംതിട്ട ജില്ലയിൽ ദുരിതാശ്വാസ ക്യാമ്പുകൾ പ്രവർത്തിക്കുന്ന 3 സ്കൂളുകൾക്കും വെള്ളം കയറി അപകടാവസ്ഥയിലായ MTLPS, അമിച്ചക്കരി, നെടുമ്പ്രം CMS സ്കൂളുകൾക്കും നാളെ അവധി നൽകി. പാലക്കാട് ജില്ലയിൽ കാലവർഷം കനക്കുന്ന സാഹചര്യത്തിൽ മന്ത്രി കെ കൃഷ്ണൻകുട്ടിയുടെ നേതൃത്വത്തിൽ ഉദ്യോഗസ്ഥരുടെ യോഗം ചേർന്നു. വൈദ്യുത അപകടങ്ങൾ സംബന്ധിച്ച് പൊതുജനങ്ങൾക്ക് വിവരമറിയിക്കാൻ ജില്ലാതലത്തിൽ കൺട്രോൾ റൂം സ്ഥാപിക്കാൻ KSEBക്ക് മന്ത്രി നിർദ്ദേശം നൽകി. ഡാമുകളിൽ ജലം നിയന്ത്രണ വിധേയമാക്കാൻ ആവശ്യമായ നടപടി സ്വീകരിക്കാനും നിർദ്ദേശം നൽകിയിട്ടുണ്ട്. പക്ഷിപ്പനി സ്ഥിരീകരിച്ചതിനെ തുടർന്ന് കോട്ടയം വെച്ചൂർ പഞ്ചായത്തിലെ സ്വകാര്യ ഫാമിലെ 3000 കോഴികളെ കൊന്നൊടുക്കുന്ന നടപടി ആരംഭിച്ചു. ഇനിയൊരു അറിയിപ്പുണ്ടാകും വരെ പഞ്ചായത്തിൽ പക്ഷികളുടെ വിൽപ്പനയും നിരോധിച്ചു. ലക്ഷദ്വീപിൽ ശക്തമായ കാറ്റും മഴയും തുടരുന്നു. ഓരോ ദ്വീപുകളിലേക്കുമുള്ള കപ്പൽ സർവീസുകളെ പ്രതികൂല കാലാവസ്ഥ ബാധിച്ചിട്ടുണ്ട്. ദ്വീപുകളിലേക്ക് ഭക്ഷ്യസാമഗ്രികൾ ഉൾപ്പെടെയുള്ള അവശ്യ സാധനങ്ങൾ എത്തിക്കുന്ന ബോട്ടുകളിലെ കയറ്റിറക്കൽ പ്രവർത്തനങ്ങളും ദുഷ്കരമായിരിക്കുകയാണ്. G7 വ്യാപാര മന്ത്രിമാരുമായി കേന്ദ്ര വാണിജ്യമന്ത്രി പീയൂഷ് ഗോയൽ കൂടിക്കാഴ്ച നടത്തി. ഇറ്റലിയിലായിരുന്നു യോഗം. യൂറോപ്യൻ യൂണിയനും UKയുമായുള്ള സാമ്പത്തിക സഹകരണം, സ്വതന്ത്ര വ്യാപാര കരാർ എന്നിവ ചർച്ചയായി. നിർണായക ധാതുക്കൾ, അർദ്ധചാലകങ്ങൾ, ഔഷധ നിർമ്മാണം, ഹരിത ഊർജ്ജം എന്നീ രംഗങ്ങളിൽ ആഗോള വിതരണ ശൃംഖല ശക്തിപ്പെടുത്തുന്നതിന് സഹകരിക്കാൻ ശ്രീ ഗോയൽ ആവശ്യപ്പെട്ടു. ഒമാൻ തീരത്തിന് സമീപം എണ്ണക്കപ്പൽ മറിഞ്ഞുണ്ടായ അപകടത്തിൽ തിരച്ചിലിനും രക്ഷാപ്രവർത്തനത്തിനുമായി ഇന്ത്യൻ നാവികസേന ഒരു യുദ്ധക്കപ്പലും സമുദ്ര പട്രോളിംഗ് വിമാനവും വിന്യസിച്ചു. 13 ഇന്ത്യക്കാരും 3 ശ്രീലങ്കക്കാരും ഉൾപ്പെടെ 16 ജീവനക്കാരാണ് ടാങ്കറിലുണ്ടായിരുന്നത്. 9ഓളം പേരെ ഇതിനോടകം രക്ഷപ്പെടുത്തിയതായാണ് റിപ്പോർട്ട്. പാർലമെന്റ് ബജറ്റ് സമ്മേളനത്തിന് മുന്നോടിയായുള്ള സർവകക്ഷിയോഗം ഞായറാഴ്ച ചേരും. ഇരുസഭകളുടെയും സുഗമമായ പ്രവർത്തനം ഉറപ്പാക്കാൻ എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെയും സഹകരണം യോഗത്തിൽ സർക്കാർ തേടും. ഈ മാസം 22 മുതൽ അടുത്ത മാസം 12 വരെയാണ് ബജറ്റ് സമ്മേളനം. കേന്ദ്ര ബജറ്റ് ജൂലൈ 23-ന് അവതരിപ്പിക്കും. ഹരിയാനയിൽ മുൻ അഗ്നിവീരർക്ക് സംസ്ഥാന സർക്കാർ നിയമനങ്ങളിൽ 10% സംവരണം പ്രഖ്യാപിച്ചു. പോലീസ് കോൺസ്റ്റബിൾ, മൈനിംഗ് ഗാർഡ്, ഫോറസ്റ്റ് ഗാർഡ്, ജയിൽ വാർഡൻ തുടങ്ങിയ തസ്തികകളിലാണ് സംവരണം. മുഖ്യമന്ത്രി നായബ് സിംഗ് സൈനി വാർത്താസമ്മേളനത്തിലാണ് പ്രഖ്യാപനം നടത്തിയത്. ഗ്രൂപ്പ് ഡി തസ്തികകളിലേക്കുള്ള ഉയർന്ന പ്രായപരിധിയിൽ 3 വയസ്സിന്റെ ഇളവ് നൽകിയിട്ടുണ്ട്. സംരംഭങ്ങൾ തുടങ്ങാൻ ആഗ്രഹിക്കുന്ന അഗ്നിവീറുകൾക്ക് 5 ലക്ഷം രൂപയുടെ പലിശരഹിത വായ്പ നൽകുമെന്നും ഹരിയാന മുഖ്യമന്ത്രി വ്യക്തമാക്കി. വയനാട് പൂക്കോട് വെറ്ററിനറി സർവകലാശാലയിലെ വിദ്യാർത്ഥി സിദ്ധാർത്ഥന്റെ മരണത്തിൽ സർവകലാശാല മുൻ VC MR ശശീന്ദ്രനാഥിന് വീഴ്ച പറ്റിയെന്ന് ജുഡീഷ്യൽ അന്വേഷണ കമ്മീഷൻ. സമയബന്ധിതമായി നടപടിയെടുത്തില്ലെന്നാണ് കണ്ടെത്തൽ. മരണത്തിൽ സർവകലാശാലയ്ക്ക് ഭരണപരമായ വീഴ്ച സംഭവിച്ചിട്ടുണ്ടോ എന്നാണ് കമ്മീഷൻ അന്വേഷിച്ചത്. 28 പേരിൽ നിന്നും മൊഴിയെടുത്താണ് കമ്മീഷൻ റിപ്പോർട്ട് തയ്യാറാക്കിയത്. കർക്കിടക വാവ് ബലിതർപ്പണത്തിന് ദേവസ്വം ബോർഡ് വിപുലമായ ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിയതായി മന്ത്രി VN വാസവൻ. എല്ലാ കേന്ദ്രങ്ങളിലും ഭക്തർക്കാവശ്യമായ അടിസ്ഥാന സൌകര്യങ്ങൾ സജ്ജമാക്കുന്നതിനുള്ള പ്രവർത്തനങ്ങൾ ആരംഭിച്ചതായും അദ്ദേഹം തിരുവനന്തപുരത്ത് വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ഓണത്തിന് ഒരു മുറം പച്ചക്കറി പദ്ധതിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം മന്ത്രി P. പ്രസാദ് പച്ചക്കറി തൈകൾ നട്ട് നിർവഹിച്ചു. സെക്രട്ടേറിയറ്റ് അങ്കണത്തിലെ ഉദ്യാനത്തിൽ നടന്ന പരിപാടിയിൽ പങ്കെടുത്തവർക്ക് പച്ചക്കറി കിറ്റുകളും വിതരണം ചെയ്തു. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം നാളെ രാവിലെ 6:45-ന്.